ഹലോ, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിലാണ്. ഇന്ന് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. 5ാം വാർഷികം, അതായത് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായി. ഹോൾസെയിലേഴ്സും അതേപോലെ തന്നെ മാനുഫാക്ചേഴ്സുമായിട്ടുള്ള തൃശ്ശൂരിലെ ഒരു നമ്പർ 1 ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോറൂമാണ് അവർ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, റിനോവേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ ഒരു 5 വർഷത്തെ യാത്രയും വിശേഷങ്ങളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പോയാലോ, ലെറ്റ്സ് ഗോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. ലിയോ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. 5ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ 5ാം വാർഷികത്തിന്റെ വിശേഷങ്ങൾ തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്കും പങ്കുവെക്കാനായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ശരിക്കും വിശേഷങ്ങൾ? വളരെ സന്തോഷം. ആദ്യം തന്നെ കേരള വിഷൻ ചാനലിലേക്ക് നമുക്ക് അങ്ങനെ ഒരു ബൈറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഇന്ററാക്ഷൻ തന്നതിന് കേരള വിഷൻ പ്രേക്ഷകർക്കും നന്ദി. ഓക്കെ. പിന്നെ 5ാമത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 5ാമത് ആനിവേഴ്സറി ആണ് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ അതിനകത്ത് വലിയ എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണെങ്കിൽ നമുക്ക് ഈ 5 വർഷക്കാലം കൊണ്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ നല്ല ഒരു സപ്പോർട്ട് തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് നമ്മളെ ഏറ്റവും നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഷോറൂം ആയിരുന്നു. പിന്നെ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ വീണ്ടും ഡെവലപ്പ് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു, വീണ്ടും അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഡയമണ്ട് കളക്ഷൻ, പുതിയ ന്യൂ അറൈവൽ ഡിസൈൻസ്, ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ഈ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക പ്രചോദനം കിട്ടിയത്. സത്യത്തില് ലിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോൾസെയിൽ ഷോറൂം അല്ലേ? അതെ, ഹോൾസെയിലാണ് നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഒരു മാർക്കറ്റ്. പിന്നെ എങ്ങനെ റീറ്റെയിൽ, അത് ഈ ഹോൾസെയിലും റീറ്റെയിലും ഇതിന്റെ ഒരു ഇതെങ്ങനെയാണ്? സാധാരണ നമ്മൾ ഹോൾസെയിൽ കാണുന്നത് അവർ ഹോൾസെയിലായിട്ട് മാത്രം പോവുകയും റീറ്റെയിൽ ജ്വല്ലേഴ്സ് റീറ്റെയിൽ ആയിട്ട് മാത്രം പോവുകയും, എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? എന്താണ്? വളരെ എന്താ പറയാ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് നിവിൻ ചോദിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ആ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ആൻസർ തന്നെ ഞാൻ പറയാം. എന്തായാലും പ്രേക്ഷകർക്കും അത് വലിയൊരു ഞങ്ങളെല്ലാവരും ഈ തൃശ്ശൂർ പുത്തൻപള്ളി അതിന്റെ ബാക്ക് സൈഡിൽ പള്ളിക്കുളം വഴി എന്ന് പറയുന്ന ആ ഒരു വഴിയിലാണ് നമ്മൾ ജ്വല്ലറികളിലേക്ക് സപ്ലൈ ചെയ്യുന്നവരാണ് ഞങ്ങൾ ശരിക്കും. ആക്ച്വലി എല്ലാ കേരളത്തിലാണെങ്കിലും വിദേശത്തും പുറത്ത് എവിടേക്കാണെങ്കിലും എക്സ്പോർട്ട് ആണെങ്കിൽ പോലും ഗോൾഡായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹബ്ബാണ് ശരിക്കും തൃശ്ശൂരിന്റെ പുത്തൻപള്ളി പരിസരം എന്ന് പറയുന്നത്. അതെ, ഞങ്ങളെല്ലാവരും ഈ ഒരു ആക്ടിവിറ്റിയിൽ നിൽക്കുന്ന ആയിരുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിപ്പോ എന്തായാലും ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും ജ്വല്ലറികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും, അപ്പൊ നമുക്ക് റീറ്റെയിലെല്ലാം പോയി പുറത്ത് പോയിട്ട് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേക്കിംഗ് ചാർജ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ നമ്മളാണെങ്കിൽ ഓൾറെഡി നമ്മൾ ജ്വല്ലറികളിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു റേറ്റ് ഉണ്ട്. ആ ഒരു റേറ്റിൽ നമ്മൾ കസ്റ്റമറിന് വരുമ്പോ അങ്ങനെ ഇപ്പൊ ഒരു 8 ഗ്രാമിന്റെ ഒരു ബാങ്കിൾ പറഞ്ഞു, നമ്മുടെ അടുത്ത് മേക്കിംഗ് ചാർജ് കേൾക്കുമ്പോൾ അവര് പോവും, അത്രേ ഉള്ളോ, ഇത്രയും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. ഞാനിപ്പോ ആ ഒരു റേറ്റ് ഒന്നും ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും ആ ഒരു വ്യത്യാസം, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഹോൾസെയിലിൽ നിന്ന് ഈ പറയുന്ന റീറ്റെയിൽ കസ്റ്റമറിലേക്ക് മാറിയത്. അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, ഒരുപാട് റിലേറ്റീവ്സ് നമ്മുടെ ഈ ബിസിനസ് കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ അവരുടെ ഫാമിലി എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളോട് വരുമ്പോ ഇന്നതാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ അപ്പൊ അന്ന് നമ്മൾ തുടക്കത്തിലൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ സംവിധാനങ്ങളൊന്നുമില്ല. എല്ലാം നമുക്ക് ഓർണമെന്റ്സ് എല്ലാം ബാംഗിൾസ് എല്ലാം ഒരു ട്രയലാക്കി കാണിച്ച് ഇങ്ങനെ. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോ കസ്റ്റമറിന് അത്രയും കൂടെ ഒരു കംഫർട്ടബിൾ അല്ല. കസ്റ്റമറിനെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ വേണം കറക്റ്റ് ആയിട്ട്. അപ്പൊ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4th ഘട്ടത്തിലാണ് നമ്മളിപ്പോ ലിയോസ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതായത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നമ്മൾ എന്താ പറയാ ഹോൾസെയിലിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ കൊടുത്തു തുടങ്ങി. അത് ഇന്നെന്താ പറയാ
ഇതിൽ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ എന്താ പറയുക ഹോൾസെയിൽ രംഗത്തെ ഏറ്റവും വലിയൊരു റീറ്റെയിൽ ഷോറൂം എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. നമ്മള് ഞാൻ നേരത്തെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഹോർഡിംഗ് ഒക്കെ വെച്ച് പോകുന്ന വണ്ടി കണ്ടു. തൃശ്ശൂരിൽ അല്ലെങ്കിൽ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോറൂം എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിലേക്ക് എത്തി. അതായത് 4ാം ഘട്ടത്തിൽ 5ാം വർഷത്തിലേക്ക് എത്തി. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു യാത്ര? തുടക്കം മുതൽ ഇവിടെ വരെയുള്ള ഒരു യാത്ര എങ്ങനെയാണ്? 90-91 കാലഘട്ടത്തിലാണ് ഞാൻ എന്റെ SSLC കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു ഞാൻ ഈ ലിയോസിന്റെ കഥ പറയുമ്പോൾ ഒരു 30 വർഷത്തെ കഥ പറയാനുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ എന്നിട്ട് സ്വന്തമായിട്ടുള്ള ഇത് ആദ്യമായിട്ട് ആരംഭിച്ചു. ഏകദേശം എന്താ പറയാ ഒരു എത്രാമത്തെ വയസ്സിലായിരുന്നു അത്? ഞാൻ 15ാമത്തെ വയസ്സിൽ ഞാൻ 15ാമത്തെ വയസ്സിൽ. സോ ഏകദേശം ഒരു 18 ഒരു എന്താണ് ഈ കൗമാരം കഴിഞ്ഞ് കൗമാരത്തിൽ നിൽക്കുമ്പോൾ ശരിക്കും തുടങ്ങി എന്നുള്ളതാണ്. പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്കും താല്പര്യമില്ല. പിന്നെ വീട്ടിലും സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അതിനൊന്നും ചിന്തിച്ചില്ല. നേരെ അതായത് ഞാൻ SSLC എക്സാം കഴിഞ്ഞ ഉടനടി പിറ്റേ ദിവസം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിന്റെ വർക്ക്ഷോപ്പ് ഇതിന്റെ പണി പഠിക്കാനായിട്ട് പോലും കളിക്കാൻ പോലും പോയിട്ടില്ല. ഓക്കെ, വണ്ടർഫുൾ. എന്നിട്ട് പിന്നീട് ഈ സ്വന്തമായിട്ട് തുടങ്ങി അതിനുശേഷമുള്ള യാത്ര എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ആ സമയങ്ങളിൽ നമുക്ക് ഇവിടെ ജ്വല്ലറികളുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ഹോൾസെയിലേഴ്സ് അന്നും ഉണ്ട്. അപ്പൊ നമ്മള് ഇതുപോലെ തന്നെ അന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് പാലക്ക വർക്ക് കേട്ടിട്ടുണ്ടോ? പാലക്കമാല. അപ്പൊ അതിന്റെ ഒരു വർക്കൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ വർക്കെല്ലാം ആരംഭിച്ചു. ആ വർക്ക് ചെയ്ത് ഇതുപോലെ തന്നെ കടകളിലും ഇവിടെ ഹോൾസെയിലേഴ്സിനും എല്ലാം നമ്മൾ സപ്ലൈ ചെയ്ത് അങ്ങനെ കുറെ കാലഘട്ടം പോയി. അങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് ഇതുപോലെ തന്നെ ജ്വല്ലറികളിലേക്ക് കൂടുതൽ സപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. അതെ. അപ്പൊ നമ്മൾ കുറച്ചുകൂടി വർക്കേഴ്സിനൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ കുറച്ചും കൂടി കൂട്ടി അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നമ്മൾ ജ്വല്ലറികളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പിന്നീടുള്ള യാത്രയിൽ അങ്ങനെ അങ്ങോട്ട്. എന്നിരുന്നാലും ആ പഠിച്ച പണിയൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസും ശരിക്കും ആ കൈ എന്താ പറയാ ആ തഴക്കത്തിന്റെ കുറച്ച് കുറവുണ്ടായിരിക്കും. എന്നിരുന്നാലും വേണമെങ്കിൽ പിന്നെ പണിയാനായിട്ടുള്ള കോൺഫിഡന്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഈ ജ്വല്ലറികൾക്കൊക്കെ തന്നെ സപ്ലൈ തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നീട് ഇങ്ങനെ ഒരു ഇവിടെ പള്ളിക്കുളം വഴിയിൽ ഇതിന്റെ ഹബ്ബ് ഇവിടെയാണ്. ഇത് മുൻകാലങ്ങളിൽ ഉണ്ടെങ്കിലും പിന്നീട് ഈ ഭാഗത്താണ് ഇതിന്റെ കൂടുതൽ ഹബ്ബ്. അപ്പൊ ഒരുപാട് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ പല ജില്ലകളിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ വന്നിട്ട് ഗോൾഡ് വന്ന് പർച്ചേസ് ചെയ്ത് പോകുന്ന രീതിയുണ്ട്. അപ്പൊ നമ്മൾ അഞ്ചേരിയിൽ നിന്ന് മാറി നമ്മളിവിടെ 5 വർഷം മുന്നേ ഇവിടെ ഹോൾസെയിലായിട്ട് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ശരിക്കും അന്ന് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വേറെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ബോക്സിനകത്ത് വരുമ്പോൾ അവർക്ക് അങ്ങനെയാണ് കാണിക്കേണ്ടത്, ജ്വല്ലേഴ്സ് വരുമ്പോൾ അവർക്ക് അങ്ങനെയാണ് കാണിക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ വന്നുകൊണ്ടാണ് പിന്നീട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്പ്ലേ എന്നുള്ള ലെവലിലേക്ക് വന്നു. അങ്ങനെ 5 വർഷം കൊണ്ട് നമുക്ക് നല്ലൊരു കസ്റ്റമർ ഒരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. 2 രീതിയിലുള്ള കസ്റ്റമർ റിലേഷൻ, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിലേഴ്സിന്റെ അതും നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ്, റീറ്റെയിലേഴ്സും കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ ഈ ഹോൾസെയിലേഴ്സിന്റെ ഇടയിൽ തന്നെ എന്താണ് ഈ ഒരു നമ്മളെ ഈ ട്രെയിൽ വെച്ച് കാണിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റം വരുത്തി അവർക്കും ഡിസ്പ്ലേയിൽ കാണിച്ച് എന്താണ് ഇത്രയും മനോഹരമായിട്ട് ഇത് ചെയ്യാം എന്നുള്ള അതൊരു വിപ്ലവം തന്നെ ആയിരിക്കും അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ലൈക്ക് എന്താണ് ഇത്രയും ഇത് നിൽക്കുമ്പോഴും ആളുകൾക്ക് വേണ്ടി ചെയ്യാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവണം എന്നുള്ളത് സത്യമാണ്. അല്ല, നമ്മള് എല്ലാവരും എന്താ പറയാ ലാഭം, ഓക്കെ ഞാനൊരു ഹോൾസെയിലർ ആണ് എങ്കിലും ഞാനൊരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങി സാധാരണ റീറ്റെയിലേഴ്സ് വിൽക്കുന്നത് പോലെ എനിക്ക് വിൽക്കാം വേണമെങ്കിൽ, ലിയോ ചേട്ടനത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും. സാധാരണ ഒരു കച്ചവടക്കാരനാണെങ്കിൽ എന്താ പറയാ ലാഭം മാത്രം പ്രതീക്ഷിക്കുന്ന കച്ചവടക്കാരനാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എന്റെ നാട്ടുകാരും വരുമ്പോൾ അവർക്കെന്താണ് ഇത് കൊടുക്കുന്നത് പോലെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് ചിലപ്പോൾ നമുക്കെന്താ ഒരുപാട് പേര് വരുമ്പോൾ നമുക്ക് ആ ഒരു ലാഭം നമുക്ക് വന്നേക്കാം. എന്നാൽ കൂടി തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിന്റെ വസ്തുത. ശരിക്കും നമുക്ക് അതൊരു എന്താ പറയാ ഒരു സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു മൈൻഡ് തന്നെയാണ്. ആ ഒരു ടൈമിലൊന്നും അങ്ങനെ ഒരു റീറ്റെയിൽ ജ്വല്ലറിയുടെ പ്രൈസും ഹോൾസെയിൽ ജ്വല്ലറിയുടെ പ്രൈസും തമ്മിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര വേരിയേഷൻ കിട്ടുന്ന സമയത്ത് ആ ഒരു വേരിയേഷൻ കസ്റ്റമറിൽ കിട്ടുമ്പോൾ അവരുടെ ആ ഫേസിൽ ആ ഒരു ഹാപ്പിനെസ് നമ്മൾ കണ്ടിട്ടുണ്ട് വാസ്തവത്തില്. അപ്പൊ അതൊരു സർവീസ് തന്നെയാണെന്നുള്ളൊരു ബോധ്യം എന്റെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. ആ സന്തോഷത്തിന്റെ റിഫ്ലക്ഷൻ ആണ് നിങ്ങളുടെ മുഖത്ത് കാണുന്നത്. ഈ പറയുന്നതല്ലേ മന്നവേന്ദ്ര വിളങ്ങുന്ന നിൻമുഖം ചന്ദ്രനെ പോലെ, അത് സ്വർണം പോലെയാണ് തിളങ്ങുന്നത്. ആ ചിരിയാണ് ഹൈലൈറ്റ്, അത് പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലാവും. അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു യാത്ര എത്തി. അപ്പൊ ഇവിടുത്തെ ഈ ഷോറൂം തുടങ്ങി 4 ഘട്ടങ്ങളായി. ഇപ്പോ 5ാമത്തെ റീലോഞ്ച് വെച്ചിരിക്കുന്നത്. എന്തായിരുന്നു ഈ റീലോഞ്ചിന്റെ ശരിക്കുള്ളൊരു കാരണം?
അല്ല, ഞാൻ ഇപ്പൊ നമ്മുടെ റീലോഞ്ച് എന്ന് പറയുന്നതിന് കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഷോറൂമിന്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്, പണ്ട് നമുക്ക് ഒരു ഹോൾസെയിൽ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിസിബിൾ ആയിട്ടുള്ള ജ്വല്ലറി അല്ല, ഇത്രയും ഡിസ്പ്ലേ ഉള്ള ഒരു ജ്വല്ലറി അല്ല. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഇപ്പോഴത്തെ ഒരു 4ാം ഘട്ടത്തിലാണ് നമ്മൾ ഇതെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ ചെയ്തത്. അപ്പൊ 5ാമത്തെ ആനിവേഴ്സറി ആകുമ്പോൾ എന്തായാലും കസ്റ്റമേഴ്സിന് ഇത്രയും നമ്മുടെ സപ്പോർട്ട് കാണുമ്പോൾ നമുക്കത് മാക്സിമം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. അത് വിസിബിൾ ആണ്. ഇവിടെ വന്നിട്ട് പലരും വന്നിട്ട് ചോദിക്കുക അത് അടഞ്ഞിരിക്കുകയാണല്ലോ, ഇത് ബാങ്ക് ആണോ, ആളുകൾക്ക് അറിയില്ല എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിസിബിൾ ആക്കി എന്നുള്ളതാണ് നമ്മളുടെ ഇത്തവണത്തെ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ റീലോഞ്ചിനോടനുബന്ധിച്ച് എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിന് പുതുതായി കൊടുക്കുന്ന ഓഫേഴ്സ്, എന്തൊക്കെയോ ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓഫേഴ്സ് ഉണ്ട്. നമ്മള് ലിയോസ് ഗോൾഡ് ഇവിടെ യാതൊരു കാരണവശാലും ഓഫേഴ്സിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സത്യത്തില് ഡിസ്കൗണ്ട് മീൻസ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് നമ്മള് മാനുഫാക്ചറിങ്ങില് നമുക്ക് എത്രയാണ് കോസ്റ്റ് വരുന്നത്, നമ്മൾ എത്രയാണ് ജ്വല്ലറികളിൽ ആ ഒരു റേറ്റിന് ഒരു ചെറിയൊരു 0.5% ഒക്കെയാണ് ഈ ഒരു സർവീസിന് നമ്മൾ ഈടാക്കിയിട്ട് ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഓഫർ. എന്നിരുന്നാൽ പോലും നമ്മളുടെ ഒരു സന്തോഷം, അതായത് നമുക്ക് വേറെ അഡ്വർടൈസ്മെന്റോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പ്രൊവിഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 5ാമത് ആനിവേഴ്സറി എന്നുള്ള ലെവലിലുള്ള ഒരു സന്തോഷം കൊണ്ട് നമ്മള് ഈ മാർച്ച് 16-ാം തീയതി മുതൽ ഏപ്രിൽ 15-ാം തീയതി വരെ ഒരുപാട് ഓഫറുകളുണ്ട്. അതായത് നമ്മളുടെ അഡ്വാൻസ് ബുക്കിങ്ങിന്റെ സ്കീം ഉണ്ട്. 1% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിന്റെ, അത് ഈ ഇതിന്റെ ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഓഫറാണ് ശരിക്കും ആ ബുക്കിംഗ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 10 ദിവസം ഈ 16-ാം തീയതി മുതൽ 25-ാം തീയതി വരെ എല്ലാ പർച്ചേസിനും നമ്മുടെ സന്തോഷമാണ്, ഓഫർ അല്ല, നമ്മുടെ സന്തോഷമാണ്. അപ്പൊ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡയമണ്ട് എക്സിബിഷൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഡയമണ്ട് എക്സിബിഷൻ നമ്മൾ വളരെ ലൈറ്റ് വെയിറ്റിലുള്ള 3000 രൂപയ്ക്കൊക്കെ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങള്. അതെ. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 മില്ലിയിലൊക്കെ ചെയ്യാനൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 500 അര ഗ്രാമിലാണ് ചെയ്യാൻ നിൽക്കുന്നത്. അര ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര രൂപ വരും? ഏകദേശം ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് ഒരു 3000-3500 രൂപയ്ക്ക് മാല മേടിക്കാം. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ വീക്കിലി ഒരു 3 ടൈം ഒക്കെ വീഡിയോസ് നമ്മൾ ഇടാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇവിടെ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ്, നമ്മൾ വെഡിങ് സെറ്റ് ഒക്കെ 1 lakh രൂപയുടെ വെഡിങ് സെറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മാമോദിഫ അല്ലെങ്കിൽ നൂലുകെട്ട് അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ വളരെ ചെറിയ ഒരു എത്രയാ 1.5 പവൻ 2 പവനിലൊക്കെ നമ്മൾ അതിനുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള മുഴുവൻ സാധനം. അതെ 5 പവന്റെ ഒക്കെ വെഡിങ് സെറ്റ് നമ്മളോട് ഭയങ്കര ഹിറ്റാണ് ശരിക്കും. 5 പവൻ സാധാരണക്കാരായ ജ്വല്ലറികൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് 5 പവനിലൊക്കെ ഒരു വെഡിങ് സെറ്റിൽ നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും നമ്മുടെ ചാനലിൽ. ഇന്നതൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ 1-2 മാല, ബാങ്കിള് എല്ലാം ഉൾപ്പെടെയാണ് ഈ 5 പവനിലെ എല്ലാ സെറ്റ്. അപ്പൊ നമുക്ക് അതൊക്കെ ഭയങ്കര മൈലേജ് കിട്ടിയിട്ടുള്ളത്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ പറയാ, വലിയ എമൗണ്ട് ഓഫ് സ്വർണത്തിന്റെ ഓർണമെന്റ്സ് ഉണ്ട് എന്നുള്ളത്, മാലയുണ്ടാവും, വളയുണ്ടാവും. എന്നാൽ എന്താണ് അവരുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ ഈ ഒരു 5 പവനിൽ, അതായത് അവരെ കൊണ്ട് താങ്ങുന്ന രീതിയിൽ എന്തായാലും കുറച്ച് സ്വർണ്ണങ്ങൾ അവർ കരുതാം, അവരെ കൊണ്ട് താങ്ങുന്ന രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പോലും. അപ്പൊ ഇത്തരത്തിലുള്ള വൈഡ് ആയിട്ടുള്ള കളക്ഷൻസ്, ഇനിയിപ്പോ കേരള ജ്വല്ലറി മാത്രമല്ല ഈ 5 പവനില്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് നമ്മുടെ അവിടെ നമ്മൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി മാത്രമല്ല, ഹെവി വെഡിങ് ആണെങ്കിലും നമുക്ക് 50 പവനാണെങ്കിലും 100 പവനാണെങ്കിലും വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചാനലിൽ എപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള ഓർണമെന്റ്സ് നമ്മൾ എപ്പോഴും ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ലിയോസിനെ സംബന്ധിച്ചിടത്തോളം ഏത് ടൈപ്പ് ഓഫ് ഗോൾഡ് മാനുഫാക്ചർ ചെയ്യാനും വളരെ ഈസിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതോടൊപ്പം തന്നെ കസ്റ്റമൈസ് ജ്വല്ലറിക്ക് ഇന്ന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും. ഇന്നിപ്പോ നമുക്ക് എന്താ പറയാ, ഈ താലി ചെയ്യലിലൊക്കെ പല ടൈപ്പിലാണ് ആളുകൾ, പല പ്രത്യേക ഒരു ടേസ്റ്റിലാണ്. നമുക്ക് പോലും ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് തോന്നിയിട്ടില്ല. കസ്റ്റമേഴ്സ് വരുമ്പോ ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റാണ്. പിന്നെ നമുക്ക് മാനുഫാക്ചറിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതും നമ്മളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് ശരിക്കും എവിടെയാണ്, എങ്ങനെയാണ് അതിന്റെ ഒരു, ഇവിടെ നമുക്ക് എന്താ പറയുക വലിയൊരു സന്നാഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറയുക, ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു മാനുഫാക്ചറിങ്ങിന്റെ പ്രോസസ് എങ്ങനെയാണ്, എത്ര പേരുണ്ട് സ്റ്റാഫായിട്ട്? ഏകദേശം നമുക്ക് 50 പേരോളം നമുക്ക് അവിടെ മാനുഫാക്ചറിംഗിൽ നമുക്ക് സ്റ്റാഫ് ഉണ്ട്. നമുക്ക്
നമുക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? തീർച്ചയായിട്ടും നമുക്ക് പോവാം, കാണിക്കാം. അതായത് ഞാൻ എപ്പോഴും നേരത്തെ പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്, എല്ലാവരും പറയും ഹോൾസെയിൽ ജ്വല്ലറി എന്നുള്ളത്. നമുക്കത് തെളിവ് സഹിതമാണ് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ തയ്യാറാണ്. അപ്പൊ എങ്ങനെയാണ് സ്വർണം മാനുഫാക്ചർ ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയാണ് ഈ സ്വർണത്തിന്റെ അതായത് ജനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. നമുക്കിതാണ് ലിയോഫിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്. ഓക്കെ. ഇപ്പൊ ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആംബിയൻസ് എല്ലാം വേറെ കസ്റ്റമർ ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. നേരെ മറിച്ച് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ലെവലാണ്. അതായത് ഇതിനകത്ത് മെഷീനറികളും ഡൈഫും അതുപോലെ തന്നെ വയർ മെഷീനുകൾ, ഒരുപാട് മെഷീനറികൾ വെച്ചിട്ട് നമ്മുടെ മാൻ പവർ വെച്ചിട്ടാണ് നമുക്ക് ഗോൾഡ് ജ്വല്ലറിയിൽ അതിന്റെ വർക്ക്മാൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പണികളാണ് നടക്കുന്നത്. അതെ അതെ അതെ, തിരക്കിട്ട പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന, എങ്ങനെയാണ് ഒരു സ്വർണം വന്നു കഴിഞ്ഞാൽ ബാസ് ആയിരിക്കും വരുന്നത്, അതെങ്ങനെയാണ് ഒരു ഓർണമെന്റ് ആയിട്ട് തിരിച്ച് നമ്മുടെ ഷോറൂമിലേക്ക് എത്തുന്നത്? അതായത് നമുക്ക് 24 ക്യാരറ്റ് എന്ന് പറയുന്ന തങ്കമായിട്ടാണ് നമുക്കിത് എപ്പോഴും വരുന്നത്. നമ്മുടെ കൈകളിലേക്ക് നമുക്ക് എത്താം ആദ്യം തന്നെ, അല്ലെങ്കിൽ നമുക്കത് ബുള്ളിയൻ പർച്ചേസ് ചെയ്യണം. അപ്പൊ ആ രീതിയിൽ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് മെൽറ്റ് ചെയ്യണം ആദ്യം തന്നെ. ആ 24 നിന്ന് മാറിയിട്ട് അത് 22ലേക്ക് നമുക്ക് അതിനെ അതിനകത്തുള്ള കണ്ടന്റുകൾ ആഡ് ചെയ്ത് മെൽറ്റ് ചെയ്ത് 22 പ്യൂരിറ്റിയിലേക്ക് അതിനെ മാറ്റണം. ഇതാണ് നമുക്ക് ആ 24 ക്യാരറ്റ് എന്ന് പറയുന്നതിന് മാറ്റി മെൽറ്റ് ചെയ്ത് 22 ക്യാരറ്റ് ആക്കിയിട്ടുള്ളതാണത്. അപ്പൊ ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെന്ത് ഇങ്ങനെ ഒരു കളർ നമ്മൾ പ്രതീക്ഷിക്കും. നമ്മളെപ്പോഴും മഞ്ഞ തിളക്കമുള്ള ലോകമായിട്ടാണ് സ്വർണ്ണത്തിനെ കാണാറുള്ളത്. എന്നാൽ ഇത് നമ്മളുടെ പണിപ്പുരയിൽ നിൽക്കുമ്പോൾ ഇതിന്റെ ബാക്ക് എൻഡ് നേരത്തെ പറഞ്ഞില്ലേ, ആ ബാക്ക് എൻഡിൽ വരുമ്പോ ഇതിന്റെ കളറെല്ലാം ഇതായിരിക്കും, ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കും. നോക്കിയേ, ഈ ഒരു സംഭവം എല്ലാം കണ്ട, ഇതും ഗോൾഡ് തന്നെയാണ്. ഞാൻ വിചാരിച്ച എന്തോ ഡൈ ആയിരിക്കും. ഇത് 916 916 ഗോൾഡ് തന്നെയാണത്. 916 ഗോൾഡ്. അപ്പൊ അത് അതിനകത്തുള്ള പല പ്രോസസ്സിലും ആ രൂപങ്ങളിലും മാറി മാറി വരുന്നതാണ്. ശരിക്കും ഇതും ഗോൾഡ് ആണ്, ഇതും ഗോൾഡ് ആണ്, എല്ലാം 916 ഗോൾഡ് ആണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഷോറൂമിൽ കണ്ടതും ഗോൾഡ് ആണ്. അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്. അതായത് ജ്വല്ലറി എക്സ്പീരിയൻസും ആംബിയൻസും ഡിഫറെന്റ് ആണ്. മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ വരുമ്പോൾ അത് ഡിഫറെന്റ് ആണ്. അതെ, കോടികൾ വിലയുള്ളതാണ്. ഞാൻ തിരിച്ചു തരികയാണ്. അപ്പോ ഇവിടെ അപ്പൊ നമ്മൾ എന്താ പറയാ, സ്വർണം വന്നു, അത് പ്രോസസ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക്. ഇനി നേരത്തെ നമ്മൾ ആ കാണിച്ചു തന്നിരിക്കുന്ന ഒരു റോഡ് ഉണ്ടല്ലോ, ആ റോഡ് ഇതിനകത്ത് ഇതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മെഷീനുകൾ, പല ടൈപ്പ് മെഷീനുകളുണ്ട്. പല നമുക്ക് ബാങ്കുകൾ ചെയ്യണമെങ്കിൽ ഒരു ടൈപ്പ് വർക്കുകളാണ്, ചെയിൻ വേറൊരു ടൈപ്പാണ്. ഒരുപാട് മെഷീനറികളിൽ കൂടെയാണ് ഇതിനകത്ത് വരുന്നത്. മെഷീനറിയും പ്ലസ് നമുക്ക് വർക്ക്മാൻഷിപ്പും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഇത് കൂടുതലും നമുക്ക് ഓർണമെന്റ് രൂപത്തിലേക്ക് വരുന്നത്. ഇപ്പൊ ആ ഒരു വർക്കാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ ഈ ഒരു മെഷീനറി കൂടെ ആ ഒരു സംഭവം വന്നിട്ട് ആ ഷീറ്റിന്റെ രൂപത്തിലേക്ക് വരികയാണത്. ഓക്കെ. അതായത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഫോമിൽ നിന്ന് മാറിയിട്ട് അതൊരു ഷീറ്റ് രണ്ടാമത്തെ ഫോമിലേക്ക് മാറും. നമുക്കിപ്പോ പല ഒരു ബാങ്കിൾ ഒരു കസ്റ്റമറിന് 8 ഗ്രാമിന്റെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ 8 ഗ്രാമിന്റെ ബാങ്കിൾ ആ ഒരു പാറ്റേൺ കാണിച്ചിട്ട് നമുക്ക് 10 ഗ്രാമിന്റെ ബാങ്കിൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോ ഗേജ് ഉണ്ട്, അതിന് കനങ്ങളുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച്. ആ കനം നമുക്ക് ഇവർക്ക് ഇവിടെ അറിയാം. ഇത്ര 8 ഗ്രാമിന്റെ ബാങ്കിളാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗേജ് വേണം, 10 ഗ്രാമിന്റെ ആണെങ്കിൽ ഈ ഒരു ഗേജ് വേണം. അപ്പൊ അത് ആ രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഇതിന്റെ ആവശ്യമുള്ള ഡൈകള്, ഇതിന്റെ ഡൈകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയാം. ഇതെല്ലാം ബാംഗിൾസിന്റെ ഡൈകളാണ്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ കസ്റ്റമറിന് ചെയ്യാനായിട്ട് ഇപ്പൊ ഈ ഒരു ബാംഗിൾ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആ 8 ഗ്രാമിന്റെ ബാംഗിളാണെങ്കിൽ 8 ഗ്രാം 2 ഗ്രാം വളരെ ലൈറ്റ് വെയിറ്റ് സംഭവങ്ങളെല്ലാം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിക്ക് നമ്മൾ കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഗോൾഡിന്റെ റേറ്റ് ക്രമാതീതമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു സാധാരണക്കാരനും വളരെ ചെറിയ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പുതിയ ഡിസൈനിലുള്ള ഏത് ഗോൾഡും, അത് വലിയ സ്വർണ്ണം വേണമെന്നില്ല, വലിയ തൂക്കം വേണമെന്നില്ല, ചെറിയ തൂക്കത്തിലാണെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് ഫാക്ടറി ഉള്ളത് കൊണ്ട് കസ്റ്റമൈസ് ചെയ്യാനും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്യാനും എല്ലാം വളരെ സാധിക്കുമെന്നാണ് ലിയോഫിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ 5ാം വർഷത്തിന്റെ ആഘോഷത്തിൽ ഇത്രയും അധികം തിരക്കും, അതേപോലെ തന്നെ ആളുകൾ ശരിക്കും ഭയങ്കരമായിട്ട് വരവേറ്റില്ലേ? നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചില്ല. ആളുകൾ ശരിക്കും ഇതിനെ കുറിച്ച് നന്നായിട്ട് വരവേറ്റില്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ലിയോഫ് എന്ന് പറയുന്നത് ഒരു
ഒരു ജ്വല്ലറി എക്സ്പീരിയൻസിൽ ഒരു മാനുഫാക്ചറാണ്, ഒരു ഹോൾസെയിലറാണ്, നമുക്ക് ജ്വല്ലറികളിലേക്ക് സപ്ലൈ ആണ് നമ്മളൊരു ആക്ടിവിറ്റി ശരിക്കും. എന്നാൽ അതിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ആ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, ഇതെല്ലാം നമ്മുടെ അവിടെ വന്ന് ഇങ്ങനെ ഇതെല്ലാം വന്ന് എടുത്തു പോയി അങ്ങനെയാണ്. അല്ലാണ്ട് നമുക്ക് ഒരു അഡ്വർടൈസ്മെന്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പ്രൊവിഷൻ ഇല്ല. കാരണം എന്താണെങ്കിൽ നമുക്ക് വലിയ പരസ്യങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മൾ ജ്വല്ലറികളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ആ ഒരു റേറ്റിൽ തന്നെയാണ് കസ്റ്റമറിന് നമ്മൾ അവിടെ സെല് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ബേസിക്കലി നമ്മൾ ഹോൾസെയിലിംഗ് ആണ് നമ്മളുടെ മെയിൻ ആക്ടിവിറ്റി ഹോൾസെയിലിംഗ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ അതിനകത്ത് ഏറ്റവും 1 lakhനൊക്കെ നമുക്ക് വെഡിങ് സെറ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 5ാം വർഷത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് തന്നെയാണ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് തന്നെയാണ് ലിയോസ് ഇന്ന് ഇവിടെ വരെ വന്ന് നിൽക്കുന്നത്. ഈ ആനിവേഴ്സറി ആഘോഷിക്കാനും ഇന്നിങ്ങനെ നിൽക്കാനും നിങ്ങളായിട്ട് കൂടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. ഇനി എന്താ ഈ അവസാനത്തിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ ആ ഒരു പ്രോസസ് എന്താണ് ഈ ഒരു ഏരിയയിലുള്ള? ഇതെല്ലാം ഇതിന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സുകളാണ് ഇതിനകത്ത് എല്ലാം നടക്കുന്നത്. ഓക്കെ. ഇതും നമ്മളെന്താ പറയുക അവസാനം നമ്മൾ നേരത്തെ കണ്ട ഒരു രൂപത്തിൽ നിന്ന് വന്നിട്ട് ബാങ്കിളുടെ ആയിരിക്കാം, ചിലപ്പോൾ നെക്ലസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെയിന്റെ എല്ലാം ഇതിനകത്ത് തന്നെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. ഇതിന്റെ പോലെ തന്നെ ഇനി ഇതിന് പോളിഷിംഗ് ഉണ്ട്, കട്ടിംഗ് ഉണ്ട്, അസംബ്ലിംഗ് ഉണ്ട്. ഇതെല്ലാം കൊണ്ടുപോയി അസംബിൾ ചെയ്ത് പോകേണ്ട പല പ്രോസസ്സുകൾ ഇതിനകത്താണ്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം വേണം മുഴുവൻ കാണാനായിട്ട്. ഉറപ്പായിട്ടും. അപ്പോൾ സത്യത്തില് നമ്മളെന്താ പറയുക വളരെ കുറഞ്ഞ സമയമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് തിരിച്ച് നമ്മളുടെ ഷോറൂമിലേക്ക് തന്നെ പോകണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ഒരു വലിയ ആഘോഷം നടക്കുന്നതുകൊണ്ട് ഈ ജോലിക്കാരെല്ലാം കുറഞ്ഞ ജോലിക്കാരാണ് ഇവിടെ ഉള്ളത്, എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അറിയിച്ചത്. അപ്പോൾ നമുക്കിനി തിരിച്ച് നമുക്ക് ഷോറൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ലിയോസിന്റെ വെയർ ഹൗസിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഷോറൂമിലേക്ക് എത്തി. അപ്പോൾ ഷോറൂമിൽ എന്താ പറയുക നമ്മൾ പോയ പോലെ തന്നെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരുണ്ട്. രാവിലെ മുതൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഉദ്ഘാടനം അല്ലെങ്കിൽ എന്താ പറയാ ഒരു റീലോഞ്ചിന്റെ ദിവസം അതിൻ്റെതായിട്ടുള്ള ഒരു നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ചാനലുണ്ട്. നമുക്ക് അവരുടെയൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് ഈ കാണുന്നതെല്ലാം. വേറെ ഒന്നും പറയാനില്ല കാര്യത്തില്. ശരിക്കും എന്താണ് നമ്മളിപ്പോ 4ാം ഘട്ടം എന്ന് നമ്മൾ പറഞ്ഞു, 4ാം ഘട്ടത്തിലെത്തിയിരിക്കുന്നു, 5ാം വർഷം. എന്താണ് ഇനി 5ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ? അല്ലെങ്കിൽ ശരി വേറെ എന്തെങ്കിലും അസോസിയേറ്റഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇത് മാത്രമാണോ ഉള്ളത്? ഹോൾസെയിലും റീറ്റെയിലും മാത്രമാണോ ഉള്ളത്? അല്ലെങ്കിൽ ലിയോസിന്റെ വേറെ എന്തെങ്കിലും വെഞ്ചേഴ്സ് ഉണ്ടോ? ഉണ്ട്, നമുക്കുണ്ട്. നമുക്ക് ഓൾറെഡി നമ്മൾ 10 വർഷമായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് എറണാകുളം ജില്ലയിൽ നമുക്ക് ഇതുപോലെ തന്നെ 4 സ്ഥാപനങ്ങളുണ്ട്. അത് ഈ പേരിലല്ല, അത് വേറൊരു ഫേമാണ് ശരിക്കും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആലുവ, അതുപോലെ തന്നെ പെരുമ്പാവൂര്, പിന്നെ തോപ്പുംപടി, പിന്നെ എം ജി റോഡില് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ സ്ഥാപനമുണ്ട് നമുക്ക് അവിടെ. അതേപോലെ അപ്പോ ഈ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് നമ്മൾ USP എന്നുള്ളത് പറയുന്നത് നമ്മളുടെ എന്താ പറയാ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഹോൾസെയിൽ രീതിയിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇതേപോലെ തന്നെ ലിയോസിന്റെ ബ്രാഞ്ചുകൾ നമുക്ക് പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും നമ്മളും അതിനകത്ത് ഇതുപോലെ തന്നെ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്തായാലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി തന്നെയാണ്. എന്തായാലും ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാകാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ചിന്തകളുള്ളത്. ഇല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കേരള വിഷന്റെ പ്രേക്ഷകർ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉണ്ട്. ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇരുന്ന് പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടാവും. എന്നാലും കാസർഗോഡ് നമ്മൾ കേരളത്തിലെ കാര്യങ്ങൾ മാത്രം എടുക്കുമ്പോൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉണ്ട്. ഇവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കും ഇതേപോലൊരു സ്ഥാപനം നമ്മുടെ അടുത്തും വന്നിരുന്നെങ്കിൽ എന്നുള്ളത്. ഞാൻ ഈ കാസർഗോഡ് എന്ന് പറഞ്ഞ പേര് വന്നു. ഇന്ന് രാവിലെ ഇവിടെ ഒരു കാസർഗോഡ് ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വെഡിങ് കസ്റ്റമർ കാസർഗോഡ് നിന്ന് വന്നിട്ട് അവരിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലെല്ലാം നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനകത്ത് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് അല്ലാതെ പോലും മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് പേര് നമുക്ക് വരുന്നുണ്ട്. അതിലൊരു വേറെ കാര്യമുണ്ട്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നടുക്കായതുകൊണ്ട് അവിടുന്ന് വരെ ഇവിടുന്ന് വരെ എല്ലാ സ്ഥലത്തുനിന്ന് വരാം. അതെ ഉറപ്പായിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ശരിക്കും ഒരു സ്വർണത്തിന്റെ ഹബ്ബാണ് ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭയങ്കര ട്രസ്റ്റ് ആണ് ആ കാര്യത്തില്. ആളുകൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അതായത് ഇവിടുന്ന് തന്നെയാണ് ഇതെല്ലാം മേക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലാണെങ്കിലും നമുക്ക് ഓൾ ഇന്ത്യ ലെവലിലുള്ള ജ്വല്ലറികളാണെങ്കിലും ഔട്ട് ഓഫ് കൺട്രീസിലാണെങ്കിൽ പോലും ഇവിടെ നിന്ന് തന്നെയാണ് ഇതെല്ലാം മേക്ക് ചെയ്ത് പോകുന്നത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു കുടുംബമാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അവരെയും കൂടി വിളിച്ചാലോ? ഓക്കെ, തീർച്ചയായും വിളിക്കാലോ.
ഇതാണ് വൈഫ് അതെ സഹധർമ്മിണി ശ്രീമതി എന്നൊക്കെ പറയാം. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താണ് വളരെ ഫേമസ് ആണ്. അങ്ങനെയൊന്നുമില്ല. യൂട്യൂബുകളിൽ ശരിക്കും എന്താ പറയാ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളത് രാവിലെ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ ഞങ്ങൾ വരുന്ന വഴിക്ക് നിങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വളരെ മനോഹരമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ഭാര്യ ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് സീൽദ. ഓക്കെ. അപ്പൊ കുട്ടികളൊക്കെ? കുട്ടികള് 3 മക്കളാണ്. 3 മക്കള്. മൂത്ത മകള് ഇപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാണ്. രണ്ടാമത്തെ മകള് ഇതുപോലെ തന്നെ +1 കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. താഴെ മകനാണ്, അവൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ഇവരുടെയൊക്കെ ഒരു പാഷൻ എന്താണ്? ഈ ഇൻഡസ്ട്രിയിൽ റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതാണോ? മൂത്ത മകള് ഇതുപോലെ തന്നെ ഇപ്പൊ ഏകദേശം 9 മാസമായിട്ട് ഷോപ്പിലുണ്ട്. ആൾക്കും ഈ ഒരു ബിസിനസ് ആയിട്ട് താല്പര്യം ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്തൊരു കോഴ്സ് പഠിക്കാനായിട്ട് പുള്ളിക്കാരത്തി പോവാണ്. അതെ, ഇപ്പൊ ഏകദേശം 1 വർഷത്തോളമായിട്ട് ഇവിടെ ഉണ്ട്, സ്ഥാപനത്തിലുണ്ട്. ഒരു ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് ആള് ബോംബെയില് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ്. എന്താണ് പഠിക്കാൻ പോകുന്നത്? ഈ ഫാമിലി ബിസിനസ് മാനേജ്മെന്റ്. ഫാമിലി ബിസിനസ് മാനേജ്മെന്റ്. ഞാൻ വിചാരിച്ചു ഈ ഗോൾഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഗോൾഡായിട്ട് റിലേറ്റഡ് തന്നെയാണ്. അതെ 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 അതെ. പഠന വിഷയം നമ്മുടെ ജ്വല്ലറിയാണ്. അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ ആ കോഴ്സിനെ പഠിക്കാനായിട്ട് ആള് നെക്സ്റ്റ് മന്തിൽ ആള് ഇറങ്ങാം. 18 മാസം, 1.5 വർഷം. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്താ പറയുക, ഒരു മാസ്റ്റർ ബ്രെയിൻ ആയിരിക്കും. വീണ്ടും ഒരു മേക്ക് ഓവർ നടത്തേണ്ടി വരും. വീണ്ടും ഒരു മേക്ക് ഓവർ. നമുക്ക് 1.5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി വരേണ്ടി വരും. ഡെഫിനറ്റ്ലി ദാറ്റ് വാസ് ആൻ അമേസിംഗ്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ രസമായിരുന്നത് വെച്ച് കഴിഞ്ഞാല്, സാധാരണ ഒരു ഇതേപോലുള്ള ഇനോഗ്രേഷനോ അല്ലെങ്കിൽ ഇതേപോലുള്ള പ്രോഗ്രാമുകൾ എന്താണ് വളരെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും പോവുക. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരും ഈ ഇന്റർവ്യൂ കാണും, ഉറപ്പായിട്ടും എന്റർടൈൻഡ് ആയിട്ടുണ്ടാവും, ചിരിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു തൃശ്ശൂരിലുള്ള ലിയോസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന എക്സ്പീരിയൻസ്. ഉറപ്പായിട്ടും an amazing family, an amazing jewelers, അതുപോലെ തന്നെ an amazing വിലക്കുറവില്. അതായത് സ്വർണത്തിലല്ല വിലക്കുറവ്, പണിക്കൂലിയിലാണ്. അപ്പോ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങാനുള്ള ഒരു മനോഹരമായിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് ഇവരൊരുക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുടെ യൂട്യൂബ് ചാനൽ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തന്നെയാണ്. ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും പുതിയ കളക്ഷൻസിനെ കുറിച്ച് അറിയാം, ഏറ്റവും പുതിയ വിലയെ കുറിച്ച് അറിയാം, അതേപോലെ തന്നെ എന്താ പറയാ എങ്ങനെ ഇവിടെ എത്തണം എന്നറിയാം, പിന്നെ ഇവരുടെ വിശേഷങ്ങളും അറിയാം. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. വളരെ സന്തോഷം. അതുപോലെ തന്നെ കേരള വിഷൻ ചാനലില് ഇതുപോലെ തന്നെ പ്രേക്ഷകരോട് നമുക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് അവസരം തന്ന കേരള വിഷന്റെ അധികാരികളോട് എല്ലാവരോടും ഈ അവസരത്തില് നന്ദി. അപ്പോൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു ലക്കവുമായിട്ട് കാണാം. ദിസ് ഈസ് നിബിൻ നവാസ് സൈനിങ് ഔട്ട്. ബൈ.